റോബിൻലാലിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം അല്പസമയം മുമ്പ് വന്നിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഇക്കാര്യത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം വേണം. ഇതിൽ ദുരൂഹതയുണ്ട്. വനം മന്ത്രി ഒരു നടപടി പ്രഖ്യാപിക്കുന്നു, അതിനുശേഷം എടുക്കുന്ന കേസിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയല്ലേ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്? ക്രിസ്റ്റീന, റോബിൻലാലിന്റെ അറസ്റ്റിൽ, അത് അനാവശ്യമായ ഒരു അറസ്റ്റിൽ സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നും പ്രതിഷേധം ശക്തമാവുകയാണ്. അതിനിടയിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, ഈ വിഷയത്തിൽ രൂക്ഷമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശനം നടത്തിയിരിക്കുന്നത്. വനം മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട ശേഷവും ഇത്തരത്തിൽ പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദുരൂഹത ഉൾപ്പെടെ അന്വേഷിക്കണം. സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു അന്വേഷണമാണ് ഈ സംഭവത്തിൽ വേണ്ടത് എന്നും രമേശ് ചെന്നിത്തല വാർത്താക്കുറിപ്പിൽ പറയുന്നു. മാത്രമല്ല, സംസ്ഥാനത്ത് സമാനമായ കേസുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വനം വകുപ്പിന്റെ വീഴ്ച ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിലാണ് ഈ നടപടി. അതുകൊണ്ട് തന്നെ അതിൽ വലിയ നിലയിലുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. മാത്രമല്ല, വാഹനമിടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ വനം വകുപ്പ് ഈ നിലയിൽ ഒരു പ്രതികാര സ്വഭാവം കാണിക്കുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനുള്ള ഒരു തെളിവുകൾ പോലും ലഭിച്ചിട്ടുമില്ല. മാത്രമല്ല, അതിനുശേഷവും അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് ഈ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് റോബിൻലാലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതു സാഹചര്യത്തിലാണ് അങ്ങനെ അറസ്റ്റ് നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകണമെന്നും പറയുന്നു. മാത്രമല്ല, ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് സമാനമായ സംഭവങ്ങൾ പോലീസിൽ ആവർത്തിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ദിവസം മ്യൂസിയം മാനവീയം റോഡിൽ പാർക്കിങ്ങിനെ ചൊല്ലി ഉണ്ടായ ഒരു തർക്കം ഉണ്ടായിരുന്നു. അതിൽ ഈ മ്യൂസിയം പോലീസ് ഇയാളെ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് അയാൾ ഒരു പരാതി നൽകി. ആ പരാതി നൽകിയതിന്റെ വാശിയിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പിന്നീട് ജഡ്ജി അനുകൂലമായി വിധിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് സെല്ലിൽ അറസ്റ്റ് ചെയ്ത് കിടക്കേണ്ടി വരാതിരുന്നത്. അങ്ങനെയുള്ള സമാനമായ പ്രതികാര നടപടിയുള്ള സ്വഭാവങ്ങൾ ആവർത്തിക്കുകയാണ് എന്നും രമേശ് ചെന്നിത്തല പറയുന്നു. ക്രിസ്റ്റീന, ശരി. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.